ചലഞ്ചർ ആപ്പിന്റെ SSC/RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പെർസെന്റേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും ആണ്. അപ്പോ നമ്മൾ നോക്കാം നമുക്കിത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം. എടാ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇന്റർമീഡിയറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുവാണ്, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ചാടി നിൽക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. അപ്പൊ ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ, കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്താണ് പെർസെന്റേജ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറയാം അല്ലെ. എന്താണ് പെർസെന്റേജ്, നമുക്കൊന്ന് പറയാം. എന്താ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ, എന്താ സെന്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ് മീനിങ്. സെന്റ്. ഓക്കെ എടാ, 100ൽ എത്ര എന്നാണ് എന്തിന്റെ മീനിങ്, പെർസെന്റേജിന്റെ മീനിങ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പെർസെന്റേജ് 100% ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് 100ൽ എത്ര എന്നുള്ളതാണ് എന്ത്, പെർസെന്റേജ്. അപ്പൊ അതിൽ വല്ലായിട്ടും പറയാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നമ്പറിന്റെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഫൈൻഡ് 2% and 20% of 2500. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അതായത് 2500ന്റെ 2%ഉം 20%ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലല്ല. നമ്മളിപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഇത് കണക്ക് കുഞ്ഞായിട്ട് എന്ത് ചെയ്യത്തില്ല, എഴുതി പോകത്തില്ല. അപ്പൊ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ 2500 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ 10% കാണാൻ വേണ്ടി 10% കാണാൻ വേണ്ടി ഒരു നമ്പർ മാറ്റി എന്ത് ചെയ്യും, ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് വെക്കുക. അതായത് 10% എന്ന് പറഞ്ഞാൽ എന്താ, 250 ആണ്. ഓക്കെ, അതേപോലെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, 20% കണ്ടുപിടിക്കണമെങ്കിൽ 10 ഇങ്ങോട്ട് എന്തായി, × 2 ആയി. അപ്പൊ ഇവിടെയും എന്ത് ചെയ്താൽ മതി, × 2 ചെയ്താൽ മതി. നമുക്ക് അവിടെ ആൻസർ കിട്ടും 500 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു സാധനം കൂടി പറഞ്ഞു തരാം. ഒരു നമ്പർ ഉണ്ട്, ഇതേ 2500 ഉണ്ട്. ഇതിന്റെ 2% കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നോക്കുന്നത് 1% എത്ര എന്നാണ്. ഒരു നമ്പറിന്റെ 1% കണ്ടുപിടിക്കാൻ 2 നമ്പറുകൾ മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 നമ്പറുകൾ മാറ്റി ഡെസിമൽ പോയിന്റ് ഇടുമ്പോൾ ഇവിടെ 25 എന്ന് കിട്ടും. ഇപ്പൊ 2% ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 1 × 2 അല്ലെ, ഇവിടെ × 2 ആയി, ഇവിടെയും × 2 ആവുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, 50 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇനി മറ്റൊരു രീതിക്കും കൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ 2% അറിയാം. ഇപ്പൊ 2% എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളോട് പറയുവാണ് 2% എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചോ. നിങ്ങളോട് 20% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 220 ആകാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്തു, × 10 ചെയ്തു. എങ്കിൽ ഇവിടെയും എന്ത് ചെയ്താൽ മതി, × 10 ചെയ്യുക. ആൻസർ 1000 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ പെർസെന്റേജിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റും. അതായത് ഇപ്പൊ ഇങ്ങനെ എടുക്കാം. 50% ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 50% ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് 200 ആണെങ്കിൽ, 200 ആണെങ്കിൽ അതിന്റെ 10% എങ്ങനെ കണ്ടുപിടിക്കാം. 10% ഒന്നുകിൽ /5 ചെയ്യാം, ഇവിടെ ഒന്നുകിൽ എന്ത് ചെയ്യാം, /5 ചെയ്യാം, /5 ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 50 എങ്ങനെയാ 200 ആയത്, 50 × 4 ചെയ്യുമ്പോഴാണ്. എങ്കിൽ ഇവിടെയും എന്ത് ചെയ്താൽ മതി, × 4 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താ കിട്ടുക, 40 കിട്ടും. അപ്പോ 10% എന്ന് പറയുന്നത് എന്തായിരിക്കും, 40 ആയിരിക്കും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയാണ് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഈ പെർസെന്റേജിൽ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ചാർട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, മിനിമം നിങ്ങൾ ഏതുവരെയെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. ഒരു 1/12 വരെയെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ഇപ്പൊ നമുക്കൊരു ചോദ്യം വരുമ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണെങ്കിൽ അത് പറയാം കേട്ടോ. ഇപ്പം 50% ഓഫ് എ നമ്പർ ഈസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, 1/2 ആണ്. ഇപ്പൊ പറയുവാണ് 33.33% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അതെ കണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യും,
അപ്പൊ നമ്മൾ പഠിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരാം. ഓക്കെ, തൽക്കാലം ഞാൻ ഇവിടെ എഴുതുവാണ്. ഇപ്പൊ ഞാൻ പറയുവാണ് 33.33% ഓഫ് എ നമ്പർ ഈസ് 39 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 39 ആണ് എന്ത് 1/3 ഓഫ് എ നമ്പർ എന്ന് പറയുന്നതാണ് എന്ത് 39 എന്ന് പറയുന്നത്. അപ്പം അതിന്റെ 100% എന്ന് പറയുന്നത് ഫൈൻഡ് 100% എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് 33.33% ഈസ് ഈക്വൽ ടു 39 100% എന്നും പറഞ്ഞ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ 39 എന്ന് പറയുന്നത് 1/3 ഓഫ് എന്താണ്, ഏതോ ഒരു നമ്പർ ആണ് എന്ത് 39 എന്ന് പറയുന്നത് അല്ലെ. സോ ഇപ്പൊ 1/3 എന്ന് പറയുന്നത് 1/3 എന്ന് പറഞ്ഞാൽ 39 ആണെങ്കിൽ 1 ആണ് അവിടുത്തെ 100%. സോ 39 into 3 ചെയ്യുക, നമുക്കവിടെ ആൻസർ വേഗം കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ എന്തുണ്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറയാറുണ്ട്, ഇപ്പൊ 25% ഇൻക്രീസ്ഡ് എന്ന് പറയുവാണ്. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 25% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ട് കണ്ടു അല്ലെ, 1/4 ആണ് 25% എന്ന് പറയുന്നത്. അപ്പൊ 1/4 25% കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം 4 ഉണ്ടായിരുന്നു, അപ്പൊ കൂടി എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൊണ്ട് എന്ത് ചെയ്യും, കൂട്ടുമ്പോൾ കിട്ടുന്നത് അതെന്താണ് 5 ആണ്. ഓക്കെ, 25 കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് 5/4 ആയി എന്നാണ് അവിടുത്തെ മീനിങ്. മനസ്സിലായില്ലേ? ഇനി 25% കുറഞ്ഞു എന്ന് പറഞ്ഞാലോ, ഇതേ 4 ന്ന് 1 കുറയ്ക്കുക 3/4 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഓരോ ചോദ്യം അങ്ങോട്ട് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഫുള്ളി അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ 10%ന്റെ കാര്യം പറഞ്ഞു, 1% കാര്യം പറഞ്ഞു, പെട്ടെന്ന് എങ്ങനെയാണ് പെർസെന്റേജിൽ നിന്ന് പെട്ടെന്ന് നമ്പേഴ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ കുറച്ച് ഫ്രാക്ഷൻസ് പരിചയപ്പെട്ടു. ഇതിനകത്ത് ഇത്രയും നിങ്ങൾ പഠിക്കണം, ഇതെല്ലാം കാണാണ്ട് പഠിക്കണം. 50%, 33.33%, 25%, 20%, 16.66%, 1/7 14.28%, 1/8 12.5%, 1/9 11.11%, 1/10 is equal to 10%, 1/11 is equal to 9.9%. അപ്പം ഏകദേശം ഇത്രയും വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാണ്ട് പഠിക്കുക. ഓക്കെ, ഇതിന്റെ ഡബിൾസും ചോദിക്കാറുണ്ട്. അതായത് ഇപ്പൊ 33.33% പകരം ചിലപ്പോൾ 66.66% എന്ന് പറയും. അതായത് 1/3 into 2 ആണ് അത്, അതായത് 2/6. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർസെന്റേജസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ 22.22% എന്ന് പറഞ്ഞാൽ എന്താണ് 1/9 into 2 ആണ്, അതായത് എന്താണ് 2/9 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ 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 ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അടുത്ത അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 14, ഏതോ ഒരു നമ്പർ അറിയില്ല, സോ ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്ന് കൊടുത്തു. ഇഫ് എ നമ്പർ ഇസ് ഡിവൈഡ് ബൈ 14, എക്സ് 14 ഡിവൈഡ് ചെയ്തപ്പോ then it become equal to 10% of a second number. അത് എന്തിന് ഈക്വൽ ആയി, 10% of a second number. സെക്കൻഡ് നമ്പറിനെ ഞാൻ y ആയിട്ട് എടുക്കുന്നു, സെക്കൻഡ് നമ്പറിന് ഈക്വൽ ആയിരുന്നു. ഫൈൻഡ് ദ നമ്പർ ഈസ് ഹൗ മച്ച്, ഫസ്റ്റ് നമ്പർ ഈസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ദാൻ ദ സെക്കൻഡ് നമ്പർ. ഒന്നാമത്തെ നമ്പർ നമ്മുടെ രണ്ടാമത്തെ നമ്പറിനെക്കാളും എത്ര കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര കൂടുതൽ, ഇത് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ടൈപ്പ് സാധനമാണ്. നോക്കിക്കേ, അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കേ, ഇവിടെ 10% ആണ്. സോ x/14 ഈക്വൽ ടു 10/100 into y. 0 കട്ടായി. അപ്പൊ x/14 ഈക്വൽ ടു 10 അല്ല 1/10 y എന്ന് കിട്ടുന്നു. ഇവിടെ 7 ആകുന്നു, ഇവിടെ 5 ആകുന്നു. ഇതിന്റെ ഫ്രാക്ഷൻസ് മാറ്റുമ്പോൾ x/y ഈക്വൽ ടു 7/5 എന്ന് കിട്ടുന്നു. ഓക്കെ, 7 ഇങ്ങോട്ട് പോയി, y ഇങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെ എന്തായി, x എന്ന് പറഞ്ഞത് 7, y എന്ന് പറഞ്ഞ 5y. x എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്പർ, y എന്ന് പറഞ്ഞ സെക്കൻഡ് നമ്പർ. ചോദിച്ചിട്ടുള്ള എന്താണ്, ഫസ്റ്റ് നമ്പർ ഈസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ദാൻ ദ സെക്കൻഡ് നമ്പർ. എടാ മോർ, ഈ ദാൻ ശ്രദ്ധിച്ചോണേ, ദാനിന് ശേഷം കിടക്കുന്ന ആൾ ആരാണോ അയാളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി ഇത്രയേ ഉള്ളൂ, ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. നമ്മൾ ഈ ദാനിന് ശേഷം വരുന്ന ആരാണോ അയാളായിരിക്കും ഒറിജിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്, 7 5 ഡിഫറൻസ് 2 ആണ്. സോ 2 ഡിവൈഡ് ബൈ ഒറിജിനൽ ആരാണ്, ദാനിന് ശേഷം വന്ന ആളാരാണ് 5 ആണ്. സോ 2/5 into 100. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം വരുന്നത്. ഇവിടെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 1/5 എന്താ, 1/5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ 1/5 എന്ന് പറഞ്ഞാൽ 20 ആണ്. അങ്ങനെയാണെങ്കിൽ 2/5 എന്തായിരിക്കും, 40 ആയിരിക്കും. 40. ഇതേ കണ്ടോ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് x is 80% മോർ ദാൻ y,
then y is how much percentage less than x. സെയിം സാധനം. പക്ഷെ ഇവിടെ എന്താ പറയുന്നേ? ഇവിടെ ഇവര് പെർസെന്റേജ് ആണ് തരുന്നത്. എക്സ് എന്ന് പറയുന്ന സാധനം വൈനേക്കാൾ 80% കൂടുതലാണെങ്കിൽ അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കണം? വൈനെ 100% ആയിട്ട് എടുക്കണം. എക്സിനെ വന്നിട്ട് 180% ആയിട്ട് എടുക്കണം. ലെസ് ദാൻ അല്ലെ? ഹൗ മച്ച് പെർസെന്റേജ് ലെസ് ദാൻ എക്സ്. ദാനിന് ശേഷമുള്ള ആരാണ്? അവനാണ് ഒറിജിനൽ. എക്സ് ആണ് നമ്മുടെ ഒറിജിനൽ ആളെന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക. ഡിഫറൻസ് എത്ര? ഡിഫറൻസ് 80 ഡിവൈഡ് ബൈ ഒറിജിനൽ 180 ഇൻറ്റു 100. 0 കട്ടായി. 8ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ 4, ഇവിടെ ഡിവൈഡ് ബൈ 9 എന്ത് കിട്ടും? 400 ഡിവൈഡ് ബൈ 9. 400 ഡിവൈഡ് ബൈ 9 നമ്മൾ ചെയ്യുന്ന സമയത്ത് 44.44% കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ചോദ്യത്തിനകത്ത് ഈ ഒരു ദാൻ ഉണ്ടെങ്കിൽ ആ ദാനിന് ശേഷം വരുന്ന ആളാണ് നമ്മുടെ ഒറിജിനൽ എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ അല്ലേ? അടുത്ത 2 numbers are less than the third number by 64% and 25% respectively. Find the number is how much percentage less than the second number. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം സാധനമാണ്, ക്രിഞ്ച് സാധനം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? 2 numbers are less than the third number. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A B C എന്ന് പറഞ്ഞെടുക്കാം. തേർഡ് നമ്പർ ആണ് C, അതാണ് 100%. എയും ബിയും എത്ര പെർസെന്റേജ് കുറവ്? 64%ഉം 25%ഉം കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ 64% ഒന്ന് കുറവാണെങ്കിൽ ഇവിടെ 36 ആയിരിക്കും, ഇവിടെ 25% കുറവാകുമ്പോൾ ഇവിടെ 75 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ദ ഫസ്റ്റ് നമ്പർ ഈസ് ഹൗ മച്ച് പെർസെന്റേജ് ലെസ് ദാൻ ദ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ എത്ര ലെസ് ആണ്? ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ ചെയ്ത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കമന്റിൽ എല്ലാവരും ആൻസർ ഇട്ടേക്കണേ, മറക്കരുത്. ഓക്കെ, എല്ലാവരും കമന്റിൽ എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ ഇട്ടേക്കണം. അടുത്ത ചോദ്യം നമുക്ക് പോവാം. ഇത് നോക്കിക്കേ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് സാധനമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇത് നിങ്ങൾ 2 രീതിക്ക് ചെയ്യാം കേട്ടോ. അത് ക്വസ്റ്റ്യന്റെ നമ്പർ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം. ഇഫ് all the sides of a square are increased by 20%, then the area increased by dash. എടാ, ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ ഏരിയ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ്സ് അല്ലെങ്കിൽ അതിന്റെ സൈഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? 20% ഇൻക്രീസ് ആവുന്നു. അതായത് നേരത്തെ 100 ഉണ്ടായിരുന്ന എന്തായിട്ട് മാറി? 120 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എത്ര പെർസെന്റേജ് ഏരിയ ഡിഫറെന്റ് ആണ്? എത്ര ഡിഫറെന്റ് ആണ്? ഇനി എത്ര ഏരിയ കൂടുന്നു എന്നാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. എത്ര ഏരിയ നമ്മൾ കൂടുന്നു? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സോ 2 വട്ടം സൈഡ് കൂടി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? സോ ഒരു വട്ടമാണ് അപ്പൊ 20% കൂടിയിട്ടുണ്ടാവുക. ആദ്യത്തെ ഒരു 20% കൂടി, പിന്നെയും ഒരു 20% കൂടി. അപ്പൊ ഇങ്ങനെയുള്ള സക്സസീവ് ആയിട്ടുള്ള കയറ്റം, സക്സസീവ് ആയിട്ടുള്ള ഇറക്കം, കയറ്റം, ഇങ്ങനെ ഏതൊരു സാധനം വന്നാലും നമ്മൾ പഠിക്കുന്ന സക്സസീവിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി ബൈ 100. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഇത് കാണാണ്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ 2 വട്ടം കൂടി. അപ്പൊ ഇതാണ് ഒന്നാമത്തെ 20 ആണ് എ, രണ്ടാമത്തെ 20 ബി ആണ്. സോ എന്ത് കിട്ടും? രണ്ടും കൂടിയതായതുകൊണ്ട് 2 പോസിറ്റീവ് ആയിട്ടിടും. 20 plus 20 plus 20 into 20 the whole divided by 100 which is equal to 40 plus 4 equal to 44% എന്ന് കിട്ടും. 44% എന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇത് ഒന്നാമത്തെ രീതി. ഓക്കെ, ഇനി മറ്റൊരു രീതിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് അടുത്തൊരു ചോദ്യത്തിൽ ചെയ്യാം. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ആവശ്യം വരുന്നതാണ്. റേഷ്യോന്റെ പ്രൊപ്പോർഷനിൽ ആവശ്യം വരും, പെർസെന്റേജിൽ ആവശ്യം വരും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആവശ്യം വരും. അങ്ങനെ പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ഇക്വേഷൻ ആവശ്യമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഡൗട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്തുവാ പറഞ്ഞേക്കുന്നേ? അടുത്ത ചോദ്യം, എടാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. SSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഇലക്ഷനുമായിട്ട് ബന്ധം വരുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങൾ. ഇത് ഒരു ബേസിക് ലെവലാണ്, അഡ്വാൻസ് ലെവൽ ചോദ്യം വരും കേട്ടോ. ഇതിപ്പോ ഒരു ബേസിക് ആണ്. ഓക്കെ, ഇനി അഡ്വാൻസ് വരും. നോക്കിക്കേ, in an election contest between A and B, A win by a margin of 480 votes and get 70% of the total vote. Then the total vote are. എന്തോ പറഞ്ഞേക്കുന്നേ? ഒരു ഇലക്ഷൻ നടന്നു, കണ്ടസ്റ്റ് ചെയ്ത് ആരൊക്കെ തമ്മിലാണ്? എയും ബിയും തമ്മിലാണ്. എ എന്ത് ചെയ്തു? ജയിച്ചു by a margin of 480%. If A get 70% of the vote and then the total vote
ആർ ഡാഷ്. എടാ ഇപ്പൊ നോക്കിക്കോ, 1,00,000 നടക്കുന്നുണ്ടെങ്കിൽ ഈ കണക്കനുസരിച്ച് അവിടെ 100% ആൾക്കാരുണ്ട്. അവിടെ എ എന്ന് പറഞ്ഞ ആളും ബി എന്ന് പറഞ്ഞ ആളും വോട്ട് നിന്നു. എക്ക് എന്ത് ചെയ്തു? 70% കിട്ടി. ബിക്ക് എത്ര പെർസെന്റേജ് ആയിരിക്കും? അപ്പോ 30% ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. എന്നാൽ എ ജയിച്ചത് എത്ര വോട്ടിനാണ്? 480-നാണ്. 480 എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത്? 480. അതായത് 30% പോയിട്ട് എത്ര? 40% ആണ്. 40% വോട്ടാണ് ആർക്ക് കൂടുതൽ കിട്ടിയത്? എക്ക് കിട്ടിയത്. ആ 40% ആണ് 480. അപ്പൊ 40% എന്ന് പറയുന്നത് 480 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് 240 ആണ്. 100% ആയിരിക്കുമല്ലോ ടോട്ടൽ. ഇവിടെ ×5, ഇവിടെയും ×5 എന്ത് കിട്ടും? 0, 5, 4, 7, 22 ബാലൻസ് 10, 11, 12 എത്ര കിട്ടും? 1200 എന്ന് ആൻസർ കിട്ടും. 1200. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാനിവിടെ 20% എടുത്തത്? ഈ 40യെ 20 ആക്കാൻ എനിക്കൊരു /2 മതി. അപ്പൊ ഇവിടെയും ഒരു /2 മതി. 20യെ എനിക്ക് ടോട്ടൽ ആക്കാൻ ഒരു 5 മതി. ഇവിടെയും ഞാൻ ഒരു ×5 ഇട്ട് കൊടുത്തു. എനിക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ കിടന്ന് ക്യാൻസൽ ചെയ്ത് കളിക്കേണ്ട കാര്യം ഇല്ല. ഇനി അങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്പർ എളുപ്പമായിരുന്നു, നമ്മൾ എന്ത് ചെയ്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ഞാൻ ഓക്കെ എന്തോ അടുത്ത ചോദ്യം തന്നെയാണ്. ഓക്കെ, എന്തോ ഒരു ഇത് വെക്കാം. സാരമില്ല, നിങ്ങൾ ആൻസർ കണ്ടെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഈ ചോദ്യം നോക്കിക്കേ. If A is 40% less than B, C is 40% of the sum of A and B, then what percentage of B is greater than C? Okay, ഇതെല്ലാം നമ്മൾ ചെയ്ത പോലത്തെ ചോദ്യമാണ് പിള്ളേരെ. പക്ഷേ 3 വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താ ആദ്യം പറയുന്നേ? A is 40% less than B. A എന്ന് പറയുന്നത് B യേക്കാൾ 40 കുറവാണ്. അപ്പൊ തന്നെ എഴുതിക്കണം B എത്രയാണ്? B 100 ആണ്. എങ്കിൽ A എത്ര? 40 കുറയുമ്പോൾ 60 എന്ന് കിട്ടി. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? C is 40% of the sum of A and B. C എന്ന് പറയുന്ന ആള്, അവൻ വേറെ കളറിൽ എഴുതാം അല്ലെ. C എന്ന് പറയുന്ന ആള് എയുടെയും ബിനേക്കാൾ അല്ലെങ്കിൽ എയുടെയും ബിയുടെയും സമ്മിന്റെ 40% ആണ്. എയുടെയും ബിയുടെയും സം എന്ന് പറയുമ്പോൾ എത്ര? 160. ഇവിടെ 40% വേണം അല്ലെ. ഇതിന്റെ 40 എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ 40 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. 10%, 160യുടെ 10% എത്ര? 16. 40 കണ്ടുപിടിക്കാൻ എന്താ? ഇവിടെ ×4. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 40% ഈക്വൽ ടു ഇവിടെയും ×4 ചെയ്യുന്നു. 6 4 5 4 20 6 4 24 2 ബാലൻസ് 64 എന്ന് കിട്ടും. അപ്പൊ സി എത്ര? 64. അങ്ങനെയാണെങ്കിൽ എ ബി സി എന്നുള്ളത് എങ്ങനെ കിട്ടി? എ ബി സി എന്നുള്ളത് 60 100 64 എന്ന് കിട്ടി. ഇനി എന്താ ചോദിക്കുന്നേ? വാട്ട് പെർസെന്റേജ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി? ഓക്കെ, ബിയുടെ എത്ര പെർസെന്റേജ് ആണ് സിനേക്കാൾ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. സിനേക്കാൾ കൂടുതൽ ദാൻ സി എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് വരേണ്ടത്? ദാന് ശേഷം സി വന്നാൽ സി ആണ് ഒറിജിനൽ. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഡിഫറൻസ് 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 64 × 100. കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് 1 16 8 അതിനുശേഷം 6-ലാണെങ്കിൽ 32. പിന്നെയും കട്ട് ചെയ്താൽ 9 ഡിവൈഡഡ് ബൈ 16. പിന്നെയും കട്ട് ചെയ്താൽ ഇവിടെ 4, ഇവിടെ 25. 25 × 9/4 എന്ന് പറയുമ്പോൾ അത് 25 × 9 വരുമ്പോൾ 45. 4 ബാലൻസ് 18 19 20 21 22 225/4. എടാ 225 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 5 4 20. 5 ആദ്യം വരുന്ന നമ്പർ ഇതേ കിടക്കുന്നു. 56 1/4. മറ്റു ചോദ്യങ്ങളിലൊന്നും മറ്റു ഓപ്ഷൻസിലൊന്നും 5 ഇല്ല. നമ്മൾ എന്ത് ചെയ്തില്ല, അതുകൊണ്ട് അതൊന്നും ചൂസ് ചെയ്തില്ല. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് പോകുമ്പോൾ ചെയ്യേണ്ടത്. നമുക്കവിടെ മുഴുവൻ ആൻസർ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ആൻസറിന്റെ ഏകദേശം 5 കിട്ടിയാൽ തന്നെ അറിയാം. 5 വരുന്ന വേറെ ആരുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ടിക്ക് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്നു. ഓക്കെ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റിൽ പറയുക. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്തുവാ പറഞ്ഞേക്കുന്നേ? അടുത്ത ചോദ്യം, the value of a motorcycle is depreciating every year by 4%. What will be the value after 2 years if the depreciating value is 75000? എടാ നോക്കിക്കേ, എന്തുവാടാ പറയുന്നേ?
എടാ ഈ ചോദ്യം ചെയ്യുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറയുന്നത് ഓരോ വർഷം 4% വെച്ച് കുറയുന്നു എന്നാണ് പറയുന്നത്. നോക്കിക്കേ എന്തോ പറഞ്ഞിരിക്കുന്നത്. എടാ നോക്കിക്കേ, the value of a motorcycle is depreciate every year by 4%. What will be the value after 2 years if its present value is ₹75,000? എന്തോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴുള്ള മോട്ടോർ സൈക്കിളിന്റെ വില എത്ര രൂപയാണ്? 75,000 രൂപയാണ്. ഇപ്പോഴത്തെ വില എത്രയാണ്? 75,000 രൂപയാണ്. ഓരോ വർഷം കഴിയും തോറും 4% വെച്ച് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നു. അതായത് 4% വെച്ച് വില കുറയുന്നു എന്നാണ് പറയുന്നത്. എടാ അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ വില എത്രയാകും? ഇതിന്റെ കാശ് എത്രയാകും? എടാ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു പറഞ്ഞു ഇങ്ങനെ ഡിപ്രീസിയേറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് എഫക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് AB/100 എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വേറൊരു ടെക്നിക്ക് പറയുന്നു. എടാ 75,000 അല്ലേടാ, 75,000ന്റെ 1% എത്ര? 750 അല്ലേടാ. അപ്പൊ 750 × 4 ആകുമ്പോൾ 4% ആയില്ലേ? 5 4 20 ബാലൻസ് വന്നു 28 28 30. അപ്പൊ ഇവിടത്തെ വർഷം കുറഞ്ഞ എത്ര? 3,000 രൂപ ഒന്നാമത്തെ വർഷം കുറഞ്ഞു. അങ്ങനെ ഇവിടെ 72,000 ആയി. അടുത്തും പിന്നെ 4% അല്ലേടാ, അതായത് 720 × 4 720 × 4 വരുമ്പോ എത്ര? 8 28. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 2 8 8 0. കുറയ്ക്കുമ്പോ എന്താ? 0. ഇവിടെ 1 ഇവിടെ 9 ഇവിടെ 10 10 8 2 1 6 11 2 9 6 9 120. ഇതാ ചോദ്യം കിട്ടി, ആൻസറും കിട്ടി, എല്ലാം കിട്ടി. മനസ്സിലായോ? 4% വെച്ചല്ലേ കുറയുന്നത്. അതായത് ഇതിന്റെ 4% എടുക്കുക, കുറയ്ക്കുക. അതിൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് പിന്നെയും 4% എടുക്കുക, കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 1% 4% എന്നുള്ള ട്രിക്ക് അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലാണ്ട് ഇവിടെ ഇരുന്ന് 75,000 × 4/100 ഇങ്ങനെ ചെയ്തുകൊണ്ടെന്ന് എന്ത് ചെയ്യും? ഒരുപാട് സമയം എന്ത് ചെയ്യും? അങ്ങ് പോയി കിട്ടും. മനസ്സിലായോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ബാക്കി ചെയ്യാം. എടാ നോക്കിക്കേ, ഇത് എങ്ങനത്തെ ഒരു ചോദ്യമാണ്, ഇച്ചിരി കൂടെ കൊള്ളാന്നുള്ള ചോദ്യമാണ്. നോക്കിക്കേ എന്തോ പറഞ്ഞിരിക്കുന്നത്. അമീന സേവ് 16% ഓഫ് ഹെർ ഇൻകം. നൗ ഹെർ ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ബട്ട് ഷീ സ്റ്റിൽ സേവ് ദ സെയിം എമൗണ്ട് ആസ് ബിഫോർ. വാട്ട് ഈസ് ദ പ്രസന്റ് ഇൻക്രീസ് ഇൻ ഹിസ് എക്സ്പെൻഡിച്ചർ? ഇത് നമുക്ക് മറ്റു പല മെത്തേഡും ചെയ്യാം, പക്ഷെ നമുക്ക് പെർസെന്റേജ് ആണല്ലോ. സോ പെർസെന്റേജിന്റെ രീതിക്ക് ചെയ്തു വരുമ്പോ നമ്മുടെ അമീനയുടെ ടോട്ടൽ അല്ലെങ്കിൽ ഇൻകം എത്രയാന്നാ പറയുന്നേ? ഇൻകം എന്ന് പറയുന്നതും അല്ല, അമീന സേവ് ചെയ്യുന്നതാണ് എന്ത്? സേവിങ്സ്, എക്സ്പെൻഡിച്ചർ, ഇൻകം. അമീന 16% സേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൾ 84% എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കി. അവളുടെ മൊത്തം ഇൻകം 100% ആണെന്ന് നമുക്ക് കിട്ടി. അടുത്തെന്തുവാടാ പറയുന്നേ? Now her income is increased by 20%. അവളുടെ പുതിയ ഇൻകം എത്ര? 20% കൂടി 120 ആയി. ബട്ട് സ്റ്റിൽ ഷീ സേവ് ദ സെയിം എമൗണ്ട്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 16 രൂപ തന്നെ എന്ത് ചെയ്യുന്നുള്ളൂ? 16% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സേവിങ്സ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ 16 രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ബാക്കി ഇവിടെ എത്രയുണ്ട്? 104 രൂപയുണ്ട്. ഇവിടെ ചോദിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ? നമ്മുടെ പെർസെന്റേജ് ഇൻക്രീസ് എത്ര? എക്സ്പെൻഡിച്ചറിലുണ്ടായ ഇൻക്രീസ് എത്ര? അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഒറിജിനൽ ആരാണ്? ആദ്യത്തെ എമൗണ്ട് ആണ്. ഡിഫറൻസ് എത്രയാണ്? 20/84 × 100. കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടും? 10 42 5 21 500/21 എന്ന് കിട്ടും. 500/21 500/21 എടുക്കുമ്പോ നോക്കിക്കടാ, 21 ഇൻറ്റു നമ്മളൊരു ഇവിടെ ചെയ്യാല്ലേ, 500/21 ചെയ്യുമ്പോ എന്ത് കിട്ടും? എന്തായാലും 2 ആദ്യത്തെ എന്നറിയാം. അപ്പൊ എന്ത് കിട്ടി? 42 കിട്ടി. ബാക്കി എത്ര? 80 വരണമെങ്കിൽ 21 ഇൻറ്റു 4 വരുമോ? 4 വരത്തില്ല. കാര്യം അവിടെ എങ്കിൽ 84 ആയി പോകും. 80 താഴെയുള്ളത് അപ്പൊ എന്താ? 23. ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. 23.8% ആയിരിക്കും അവിടെ ഉണ്ടായ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലെവൽ ഒന്ന് കയറിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, a certain number of students from school X appeared in an examination. എടാ X എന്ന് പറയുന്ന സ്കൂളിൽ നിന്നും എത്രയോ പിള്ളേർ എന്ത് ചെയ്തു? അപ്പിയർ ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഞാൻ അപ്പിയർ ചെയ്ത പിള്ളേരെ 100% എന്ന് ഞാൻ എഴുതി. And 30% of the students failed. എടാ X എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് വന്നതിൽ എത്ര പെർസെന്റേജ് ഫെയിൽ ആയി?
30% ഫെയിലായി. അങ്ങനെയാണെങ്കിൽ പാസ്സായത് എത്ര പെർസെന്റേജ് ആണ്? 70% പാസ്സായി. നിങ്ങൾ ഒരിക്കലും ഇത്രയും വലിയ ചോദ്യമാണെന്നും കണ്ട് കണ്ണും തള്ളി ഇരിക്കരുത് പിള്ളേരെ, വായിച്ചു നോക്കണം. പെർസെന്റേജ് എല്ലാം സെറ്റ് ആണ്, എളുപ്പമാണ്. നോക്കിക്കേ, അപ്പോ 30% എന്തായി? ഫെയിലായി. 70% എന്തായി? പാസ്സായി. അങ്ങനെയാണെങ്കിൽ 150% more student from other school from 150% more students than those from school X appeared in the same examination from school Y. എടാ, സ്കൂൾ Y എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ 180 പേര് കൂടുതൽ, അതായത് 250% ഓഫ് ആൾക്കാർ വന്നു. ഓക്കെ, 250% ഓഫ് ആൾക്കാർ വന്നു. If 80% of the total number of students who appeared from X and Y passed, then the percentage of the students who failed. Okay, എന്തുവാ പറഞ്ഞിരിക്കുന്നേ? എടാ, രണ്ടിടത്തും കൂടെ ചേർന്ന് if 80% of the total number of students who appeared from X and Y passed, അപ്പം എക്സിൽ നിന്നും വൈയിൽ നിന്നും ഒരുമിച്ചുള്ള പിള്ളേരിൽ നിന്ന് 80% പരീക്ഷ ജയിച്ചെങ്കിൽ, അതായത് എന്തോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അപ്പുറത്തെ പേജ് എടുക്കട്ടെ, ഇവിടെ എഴുതാല്ലേ. എക്സും വൈയും ചേർന്നെന്ന് പറയുമ്പോൾ എത്ര? 350. ഈ 350ന്റെ 80% പാസ്സായെങ്കിൽ 350ന്റെ 80% 10% എന്ന് പറഞ്ഞാൽ 35. 35 × 8 ചെയ്താൽ 80 കിട്ടും. 40, 4 ബാലൻസ് 24. 280 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടലി പാസ്സായത്. എടാ, അങ്ങനെയാണെങ്കിൽ ടോട്ടലി പാസ്സായത് 280 ആണെങ്കിൽ ഇവിടെ 70 പോയില്ലേ? ബാക്കി ഇവിടെ എത്രയായിരിക്കും പാസ്സായിട്ടുണ്ടായിരിക്കുക? അത് 210 ആയിരിക്കും. ഇവിടെ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കുക എത്രയായിരിക്കും? ഇവിടെ മൊത്തം 250 ആണ്. 210 പാസ്സായെങ്കിൽ ബാക്കി ഫെയിൽ ആയത് 40 ആയിരിക്കും. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് പെർസെന്റേജ് ഓഫ് ദ സ്റ്റുഡന്റ് ഹു ഫെയിൽഡ് ഫ്രം വൈ? എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാരാണ് വൈയിൽ നിന്ന് ഫെയിൽ ആയത്? അതായത് 280 ഉള്ളതില് 40 പേരാണല്ലോ ഫെയിൽ ആയത്. ആ 40 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് എന്നാണ് ചോദ്യം. നോക്കിക്കേ, 40/250 × 100 ചെയ്യുക. 0 കട്ടായി. ബാക്കി 25ഉം ഇതും കട്ട് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 16% എന്ന് ആൻസർ കിട്ടും. 16% ഇതേ ആൻസർ കിട്ടി. അതേ കണ്ടോ, ഇത്രയും വലിയ ചോദ്യമായിരിക്കാം, പക്ഷെ അത് എന്ത് ചെയ്യുക? ഇങ്ങനെ സെറ്റ് ആയിട്ട് എഴുതി ക്വസ്റ്റ്യന്റെ കൂടെ വായിച്ച് എന്ത് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് എന്തേലും ഉണ്ടോ? ഇല്ല. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. എന്തുവാ പറഞ്ഞേക്കുന്നേ? നോക്കിക്കേ, ഇതൊരു അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. നോക്കിക്കേ, ദ മന്ത്ലി സാലറി ഓഫ് എ ബി ആർ സെയിം. എയുടെയും ബിയുടെയും സാലറി സെയിം ആണ്. ഓക്കെ, ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ അല്ലേ. A, B and C donate 10%, 8% and 9% respectively of their monthly salary. എടാ, എയും ബിയും സിയും ചാരിറ്റിക്ക് കൊടുക്കുന്ന കാശ് എത്രയാന്നാ പറയുന്നേ? 10%, 8%, 9% ആണ്. ഞാൻ അതേപോലെ അങ്ങ് എഴുതി കേട്ടോ. If their monthly salary to the charity trust, okay, that the difference between the donation of A and B is ₹400. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 400 ആണെങ്കിൽ 8ഉം 10ഉം അല്ലേടാ, 2% എടുക്കാലോ. 2% ഈസ് ഈക്വൽ ടു 400 ആണെങ്കിൽ, 2% 400 ആണെങ്കിൽ ഇൻറ്റു 50 ചെയ്താൽ നമുക്ക് ഇവിടെ 100% കിട്ടത്തില്ലേ? പോട്ടെ, അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 1 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 1 യൂണിറ്റ് ഈക്വൽ ടു 400/2 വിച്ച് ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടും. അത് അവിടെ മനസ്സിൽ വെച്ചേരെ. The total donation by A and B is 900 more than C. Okay. എയുടെയും ബിയുടെയും ഡൊണേഷൻ എന്ന് പറയുന്നത് സിനേക്കാൾ എത്ര കൂടുതലെന്നാ പറയുന്നത്? 900 കൂടുതലാണ്. The total donation of A and B is 900 more than C. Okay, സിനേക്കാൾ 90 കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ what is the monthly salary of C എന്നാണ് ചോദ്യം. സിയുടെ മന്ത്ലി സാലറി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം പറയുന്നത്. എടാ, ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, നമ്മുടെ ഈ 10ഉം 8ഉം കൂടെ കൂട്ടിയ 18 അല്ലേ? എടാ, ഈ 18 യൂണിറ്റ് അല്ലേ ശരിക്കും പറഞ്ഞ എയും ബിയുടെയും ഡൊണേഷൻ എന്ന് പറയുന്നത്? അതായത് 18 × 200 വിച്ച് ഈസ് ഈക്വൽ ടു 36,000 അതായത് 3600 ഈക്വൽ ടു സി എന്ന് പറയുന്നത് 9x എന്ന് എടുക്കാം, അല്ലെങ്കിൽ 9y എന്ന് എടുക്കാം. 9y + 900 ആണ്. സോ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കിട്ടും? 9y ഈസ് ഈക്വൽ ടു 2,720
00 എന്ന് കിട്ടും. y is equal to 2700 divided by 9 which is equal to 300 എന്ന് കിട്ടുന്നു. എടാ ഇവിടെ സിന്റെ വാട്ട് ഇസ് ദ മന്ത്ലി സാലറി ഓഫ് സി എന്നല്ലേ ചോദിക്കുന്നത്. 9% അല്ലേടാ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേടാ? അല്ലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 9% അല്ലെ, 9% ആണെന്ത്? ഓക്കെ, 9% നിന്ന് നമുക്ക് കിട്ടിയ y ആണ് കിട്ടിയത്. y എന്ന് പറഞ്ഞാൽ എന്താ? 1 യൂണിറ്റ് ആയിട്ട് എടുക്കുക. അതായത് 9 യൂണിറ്റ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ 9 y നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1 യൂണിറ്റ് ആയിട്ടുള്ള y കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് 9 യൂണിറ്റ് ആണ് ഇവന്റെ ചാരിറ്റി. അപ്പൊ ഇവന്റെ സാലറി എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആയിരിക്കത്തില്ലേ? സോ ആ 100 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 300 into 100 which is equal to 30000. ആൻസർ ഉണ്ടോ? ആൻസർ ഇതേ കിടപ്പുണ്ട്, 30000. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് കൺഫ്യൂസിങ് ആവരുത്. നമ്മൾ വൈനെ എന്ത് ചെയ്തു? 9y+ ഇതെന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്തു? 1 യൂണിറ്റ്, 9ന്റെ 1 യൂണിറ്റ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് 100% നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? എടാ അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കിക്കേ. The sum of rupees 1,50,000 is distributed between 3 persons A, B, C so that they receive 20%, 30%, 50%. Okay. എടാ നമ്മള് പെർസെന്റേജ് ആണെങ്കിലും അത് നമുക്ക് റേഷ്യോ ആക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുവാണ്. ഇവന് കിട്ടിയ കാശ് എത്രയാണ്? ഇവർക്ക് 3 പേർക്കും കിട്ടിയത് 1,50,000 രൂപയാണ് ഇവർക്ക് കിട്ടിയത്. അവർക്ക് എത്ര പെർസെന്റേജ് വെച്ചാ കിട്ടിയതെന്ന് നോക്കിക്കേ. 20%, 30% and 50%. Okay. A received the same amount from another sum of money which is distributed among them on the way that 50%, 30%, 20%. എടാ ഇതേപോലെ തന്നെ മറ്റൊരു എമൗണ്ടിൽ നിന്നും ഇവർക്ക് എന്ത് ചെയ്തു? കാശ് കിട്ടി. അതിലെങ്ങനെയാ ഡിവൈഡ് ചെയ്തേ? 50%, 30%, 20% എന്നാണ്. പക്ഷേ എന്തോ പറഞ്ഞിരിക്കുന്നേ? ആദ്യത്തെ എമൗണ്ടിൽ നിന്ന് എക്ക് കിട്ടിയത് എത്രയാണോ അതേ എമൗണ്ട് തന്നെയാണ് എപ്പോഴും കിട്ടിയത്, 50% ആയപ്പോഴും കിട്ടിയത്. അതായത് ഇവിടെ നമുക്ക് 20% എത്ര കിട്ടി അത് തന്നെയായിരിക്കും എന്ത് ചെയ്തത്, 50% താഴെയും കിട്ടിയത്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ബി ഫ്രം ദ ബോത്ത് ഓഫ് ദ സം. ബിക്ക് കിട്ടിയ കാശ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിനെ യൂണിറ്റിലോട്ട് മാറ്റുവാണ്. എല്ലാ സീറോസും കട്ട് ചെയ്ത് കളഞ്ഞ് എന്ത് കിട്ടും? 2:3:5 എന്ന് കിട്ടും. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് എന്ത് കിട്ടും? 5:3:2 എന്ന് കിട്ടും. അങ്ങനെ കിടന്നോട്ടെ അല്ലേ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മൊത്തം കൂടിയാണ് എന്ത്, 1,50,000. അപ്പൊ 4, 5, 6, 7, 8, 9. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 10 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1,50,000 എന്ന് കിട്ടി. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 15,000 എന്ന് കിട്ടി. സോ 3 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 45,000 ആയിരിക്കും. ഇവിടെ വരുന്നത് 30,000 ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന 30,000 തന്നെയാണ് 5 യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. സോ 5 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30,000. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 6,000. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് എന്താണ്? 18,000 അല്ലേ? 18,000 അല്ലേ? എങ്ങനെയാണ്? 1 യൂണിറ്റ് 6,000 ആണെങ്കിൽ ഇവിടുത്തെ 3 യൂണിറ്റ് എന്താണ്? 18,000. സോ ബിക്ക് കിട്ടിയ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 45,000-ഉം 18,000-ഉം കൂടെ കൂട്ടുമ്പോൾ 45,000-ഉം 18,000 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 8, 9, 10, 11, 13, 63,000. 63,000 ഉണ്ടോ? 63,000 ഉണ്ട്. മനസ്സിലായോ? എടാ സിമ്പിൾ ആണ്. എക്കും നമ്മുടെ ബിക്കും കിട്ടിയത്, അല്ലെങ്കിൽ എക്ക് ആദ്യം കിട്ടിയ 20% തന്നെയാണ് 50% എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ കിട്ടിയ 30,000 ആണ് താഴെയും കിട്ടിയത്. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിന്റെ കണ്ടുപിടിക്കുന്നു, രണ്ടും കൂടി ചേർക്കുന്നു, ആഡ് ചെയ്യുന്നു. സോ ഈ ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കണ്ണ് തള്ളേണ്ട കാര്യമില്ല. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെന്റേജ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ചെയ്ത് കയറാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന രീതിക്ക് നമുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കാം. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.